ഫ്രണ്ട്സ്, ഇന്ന് ക്യാറ്റ്സിനെ കുളിപ്പിക്കുന്ന വീഡിയോ ആണ് ചെയ്യുന്നത്. ഭയങ്കര അഹങ്കാരിയായ പൂച്ചയാണ്. പക്ഷേ ഇന്ന് കുളിപ്പിക്കുമ്പം എങ്ങനെയാണെന്ന് വീഡിയോയിൽ കൂടെ കണ്ടു നോക്കും. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഒരു ലൈക്ക് തരണേ. ഒന്നും നഷ്ടപ്പെടാനില്ല, ഒന്ന് ലൈക്ക് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ലൈക്ക് തരണേ. പ്രത്യേകിച്ചും ഈ ചാനൽ തുടങ്ങിയത് സ്ട്രേ ഡോഗ്സിന് ഫുഡ് കൊടുക്കാനും മറ്റുമായിട്ടൊക്കെയാണ്. അപ്പോൾ എന്നെ കണ്ട് കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഇടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എന്ത് കാര്യങ്ങളായാലും ചെറിയ ഒരു സപ്പോർട്ട് തന്ന് സഹകരിക്കണേ. അത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ലിയോ കാറ്റിനെ പിടിച്ച് എടുക്കാം. അതിലൂടെ ഒരു രാത്രി ഉറങ്ങുന്നുള്ള സ്ഥലമാണ് ഇത്. നമ്മൾ ബാരൽ കൊണ്ടൊരു വീടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ട്. ഇതായിരിപ്പുണ്ട് സുഖമായിട്ട്. ഇനി അടുത്ത ആൾ ഇനി ഇവളാണ് കുളിക്കാൻ പോകണം, നമ്മുടെ ലിയോ കാറ്റ്. ഇത് ഭയങ്കര ശല്യക്കാരിയാണ് കുറച്ച്. നമുക്ക് അടുത്ത ആളെ കുളിക്കാൻ. വെരി ഗുഡ് കുഞ്ഞ്. ഇതടുത്ത ആള് അവളത് ഇറങ്ങി ഓടിക്കളഞ്ഞു. ഇനി അവളെ പിടിച്ചോണ്ട് വരട്ടെ. ലിയോ കാറ്റാണ്. ലിയോ കാറ്റ് കുളിക്കാൻ പോകണം. കുറച്ച് ശല്യക്കാരിയാണ്. ഇപ്പോൾ വലിയ കുഴപ്പമില്ല. കുറച്ച് അനുസരണയൊക്കെ വന്നിട്ടുണ്ടാവും. എന്ത് പറ്റിയതിന്? അതിപ്പോൾ വലിയ ആരോഗ്യമില്ല, അതുകൊണ്ടായിരിക്കും നല്ല ചാട്ടം ചാടിയാന്. ഇത്ര അനുസരണ ഉണ്ടായിരുന്നു അതിനിപ്പോൾ? മുൻപൊക്കെ ഇങ്ങനെ നിൽക്കില്ലായിരുന്നു. കുറച്ചൊക്കെ മാറി. അത് പണ്ടത്തെ ചാട്ടമൊക്കെ ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം അതിനെ മാറി കിട്ടി. കുറച്ച് അനുസരണയുണ്ട്. ബെൽറ്റ് ഇട്ട് കുളിപ്പിക്കുകയാണെങ്കിൽ ഇതിൻ്റെ രോമങ്ങളെല്ലാം അതിന് പറ്റി പിടിച്ച് കുറച്ച് വൃത്തികേടായിട്ടിരിക്കും, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഉറങ്ങിക്കിടന്നിടത്തുനിന്ന് എടുത്തോട്ട് വന്നതുകൊണ്ടായിരിക്കും വലിയ ശല്യമില്ലാതെ ഇങ്ങനെ ഇരിക്കുന്നു. അതുപോലെ തണുപ്പ് സമയമല്ലേ ഫ്രണ്ട്സ്. ചൂടുവെള്ളം കൊണ്ടാണ് കുളിപ്പിക്കുന്നത്. പിന്നെ ഷാമ്പു ഇട്ടാണ് കുളിപ്പിക്കുന്നത്. പിന്നെ സോപ്പൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ രോമങ്ങളൊക്കെ കൊഴിയാൻ സാധ്യതയുണ്ട്. തണുപ്പ് സമയത്ത് നമ്മൾ പച്ചവെള്ളം ഒഴിച്ച് കുളിപ്പിക്കുകയാണെങ്കിൽ തണുപ്പടിക്കാനും ന്യൂമോണിയ പോലെയുള്ള അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ കുറച്ച് സൂക്ഷിക്കണം. ഇത് കുറച്ച് ദേഷ്യക്കാരിയും മറ്റുമൊക്കെയാണ്. നമ്മൾ ഇതിനെയും സെയിം ലൊസാലോ കാറ്റ് ഷാമ്പു ഉപയോഗിച്ച് തന്നെയാണ് കുളിപ്പിക്കുന്നത്. എങ്ങനെയാണെന്ന് അറിയണോ ഇത്രയും മര്യാദയായിട്ട് ഇരിക്കുന്നത്? ഒന്നാം തരം അഹങ്കാരി പൂച്ചയായിരുന്നേ. ഇത് നമ്മളിതിനെ വന്ധ്യീകരിക്കണ അങ്ങനത്തെ ഒക്കെ ഓപ്പറേഷനൊക്കെ കഴിച്ചെടുത്തു. കണ്ട ചീർവാണ്ട ദേഷ്യക്കാരിയാണ്. ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം കുറച്ച് അടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ മര്യാദയ്ക്കൊന്നും ഇരിക്കത്തില്ല. ഭയങ്കര ആരോഗ്യമാണ്. ഈ ജനലെല്ലാം ചാടി കയറി കുളിമുറിയിൽ മൊത്തം ഓടും. ഇങ്ങനെ മുകളിൽ വെച്ച് കുളിപ്പിക്കാൻ പറ്റത്തില്ല. തറയിൽ എവിടെയെല്ലാം ഓടണം അവിടെയെല്ലാം ഇങ്ങനെ വെള്ളം കോരി ഒഴിച്ച് പിന്നെ ഷാമ്പു തേച്ച് കുളിപ്പിക്കുമായിരുന്നു. ഇപ്പോൾ അത് കുറച്ചെങ്കിലും അടങ്ങി ഇരിക്കുക. അതുകൊണ്ടാണ് ഈ വാഷ് ബേസിനകത്ത് വെച്ച് കുളിപ്പിക്കാൻ നോക്കുന്നത്. കുഞ്ഞായിരുന്നപ്പോഴത്തേക്ക് കിട്ടിയതാണേ. കുഞ്ഞായിരുന്നപ്പോൾ കിട്ടിയെന്ന് പറഞ്ഞാൽ ഇതെൻ്റെ മോൻ്റെ ഫ്രണ്ട് വഴി കിടന്ന പൂച്ച എടുത്തുകൊണ്ട് വീട്ടിൽ പോയി. അപ്പോൾ അവരെ വീട്ടിൽ ചെന്നപ്പോൾ അതിനെ ദൂരെ കൊണ്ട് കളയാൻ പറഞ്ഞു. അവരെ വീട്ടിൽ നിന്ന് അങ്ങനെ പ്രഷറുണ്ടായി. അപ്പോൾ അവനെ നിവർത്തിയില്ല, എന്ത് ചെയ്യണമെന്നറിയാതെ. പിന്നെ എൻ്റെ മോനെടുത്തു കൊണ്ടുവന്നു. പിന്നെ നമ്മളെ വീട്ടിലെ ഒരു പൊന്നോമനയായിട്ട് മാറി. ഇഷ്ടപ്പെടാത്തവരെല്ലാം ഇവളെ ഇഷ്ടപ്പെടുത്തിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വികൃതിയായിരുന്നു. കാണാൻ അത്ര ഇതൊന്നും ഇല്ലായിരുന്നെങ്കിലും വികൃതി. ഒരു നിമിഷം വെറുതെ ഇരിക്കത്തില്ല. ജനലിൻ്റെ ഇടയിലൊക്കെ കയറി ഇറങ്ങി നല്ല അഭ്യാസം കാണിക്കുമായിരുന്നു. അങ്ങനെ എല്ലാവരെയും എന്നുവെച്ചാൽ എൻ്റെ ഹസ്ബൻഡിനൊന്നും ആദ്യം ഇഷ്ടമില്ലായിരുന്നു. ഇവളെ അഭ്യാസവും കുഞ്ഞു അങ്ങനെയൊന്നും കാണിക്കില്ല. ഇവളെ നല്ല തമാശയൊക്കെ കണ്ട്
എൻ്റെ ഹസ്ബൻഡ് പോലെ ഇവളെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഉണങ്ങിപ്പോയി കേട്ടോ ശരിക്കും. വെയിറ്റും കുറഞ്ഞു, കുറച്ച് അഹങ്കാരം കുറഞ്ഞെന്ന് പറയാം. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും നിൽക്കില്ല. അതെവിടെ ജനലെല്ലാം ചാടി മറിഞ്ഞ് ഭയങ്കര വേറെത്തരം കാണിച്ചോ. കരിമാടിക്കുട്ടി. അപ്പോൾ ഇതിന് ഒരുപാട് മാറ്റമുണ്ട് ഇതിൻ്റെ സ്വഭാവത്തിൽ. ചെവിക്കകത്ത് സോപ്പ് വെച്ച് കൊടുത്ത് ഇതിൻ്റെ മുഖത്ത് കുറച്ച് സോപ്പ് ആയിപ്പോയി. സോപ്പല്ല, ഷാമ്പു ആയിപ്പോയി. നമ്മൾ പൂച്ചയെ കുളിപ്പിക്കുമ്പം മുഖത്തും മൂക്കിലൊന്നും മണ്ണല്ല വെള്ളം കയറല്ലേ. വേറെ ഒരു പൂച്ച ഉണ്ടായിരുന്നു, അവരിങ്ങനെ ദിവസം എടുത്തിട്ട് ഷാമ്പൂ ഒക്കെ ഇട്ട് തേച്ച് കുളിപ്പിച്ച് നല്ല അടിപൊളിയായിട്ട് വെച്ചു. അവസാനം ന്യൂമോണിയൊക്കെ വന്ന് അത് ചത്തുപോയി. ഇവള് പിന്നെ അടങ്ങിയിരിക്കണോണ്ട് ഞാൻ സോപ്പൊക്കെ തെച്ച് അങ്ങ് നീറ്റാക്കി എടുത്തു. അതിനറിയാം നമ്മൾ അത് എത്ര ബഹളം കാണിച്ചാലും നമ്മൾ അതിനെ കുളിപ്പിക്കും. അതവിടെ മേലുടക്കുന്ന സാധനം കാണാനില്ല. ഓ, ഇത് എടുത്ത് ചാടി നേരത്തെ പോയില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ലിയോ കാറ്റ്, അപ്പോൾ നമ്മുടെ ലിയോ കാറ്റ് കുളിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മളെ ലിയോ കുളി കഴിഞ്ഞു, ദേഷ്യത്തിരിക്കുകയാണ്. കുറച്ചൊക്കെ നമുക്ക് തുറച്ചു കൊടുക്കാം. കണ്ട തനിയെ തുറച്ച് വൃത്തിയാക്കും. ഇപ്പോൾ വലിയ ആരോഗ്യമില്ല, അല്ലെങ്കിൽ നമ്മൾ ഒരു പരുവാക്കി കുളിപ്പിച്ചല്ലേ. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ ശേഷം കുറച്ച് അൺഹെൽത്തിയായി. ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.